10ാം ക്ലാസ് മദ്രസയിലെ ഫിഖ്ഹ് 11ാമത്തെ പാഠമാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ കാണാൻ പോകുന്നത്. ഈ പാഠത്തിൽ പരാമർശിക്കുന്നത് ഇടപാടുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്, സാമ്പത്തിക നിയമങ്ങളാണ്. സാമ്പത്തിക നിയമങ്ങളുമായി ബന്ധപ്പെട്ട ഒരു പാഠം നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇത് അതുമായി ബന്ധപ്പെട്ട 2ാമത്തെ പാഠമാണ്. ഇൻഷാ അല്ലാഹ് കിതാബിന്റെ ഉദ്ധരണിയോടുകൂടെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നമുക്ക് ആ വിഷയങ്ങൾ വിശകലനം ചെയ്യാം. അള്ളാഹു ഖൈറുകളൊക്കെ ഉൾക്കൊള്ളാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അൽ വഹ്ദത്തുൽ ഹാദിയത്ത് അശർ 11ാമത്തെ ചാപ്റ്ററാണ്. അൽ മുആമലാത്ത്. മുആമലാത്ത് എന്ന് പറഞ്ഞാൽ ഇടപാടുകൾ. മുആമലത്ത്, മുആമലാത്ത്, ഇടപാടുകൾ. മുആമലത്ത് എന്നതിന്റെ ബഹുവചനാണ്. ഒരായത്ത് ഉദ്ധരിക്കുന്നു. സൂറത്തുൻ നിസായിലെ 58ാമത്തെ ആയത്താണ്. ഖാല തആല ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നല്ലാഹ യഅ്മുറുകും അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ വഇദാ ഹകംതും ബൈനൻ നാസി അൻ തഹ്കുമൂ ബിൽ അദ്ൽ ഇന്നല്ലാഹ നിഅമ്മാ യഅിദുകും ബിഹി ഇന്നല്ലാഹ കാന സമീഅൻ ബസീറാ. ഇന്നല്ലാഹ യഅ്മുറുകും, അല്ലാഹു നിങ്ങളോട് നിർദ്ദേശിക്കുന്നു. അൻ തുഅദ്ദുൽ അമാനാത്ത്, അമാനാത്ത് വീട്ടാൻ, വിശ്വാസ്യതകൾ അത് പൂർത്തീകരിക്കാൻ. ഇലാ അഹ്ലിഹ, അതിന്റെ ബന്ധപ്പെട്ടവർക്ക്. വഇദാ ഹകംതും ബൈനന്നാസ്, നിങ്ങൾ തീരുമാനം പറയുന്ന അവസരം ഉണ്ടായാൽ, അൻ തഹ്കുമൂ ബിൽ അദ്ൽ, നിങ്ങൾ നീതിപൂർവം തീരുമാനം ഉണ്ടാക്കണം. ഇന്നല്ലാഹ നിഅമ്മാ യഅിദുകും ബിഹി, അല്ലാഹു നല്ല ഉപദേശങ്ങളാണ് നൽകുന്നത്. തീർച്ചയായും ഇന്നല്ലാഹ കാന സമീഅൻ ബസീറ, അല്ലാഹു എല്ലാം കേൾക്കുന്നവനും കാണുന്നവനുമാകുന്നു. അപ്പോൾ ഇടപാടുകളൊക്കെ നിർവഹിക്കുന്ന സമയത്ത് സൂക്ഷ്മത വേണം, നല്ല നീതി വേണം, ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കണം, വിശ്വാസ്യതകൾ പൂർത്തിയാക്കി വീട്ടണം. ഇതൊക്കെയാണ് ഇതിന്റെ സാരം. ഇതൊക്കെ ഇതിന്റെ അടിസ്ഥാന തത്വങ്ങളുമാണ്. ഇടപാടുമായി ബന്ധപ്പെട്ട ഒരു ഫണ്ടമെന്റൽ ഉസൂലിയായ ഖായിദകളാണ്, അടിസ്ഥാനപരമായ നിയമങ്ങളാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദിൽ അമാനത ഇലാ മൻ ഇഅ്തമനക വലാ തഖുൻ മൻ ഖാനക. ഇത് ഹദീസാണ്. ഈ ഹദീസും ഇടപാടുമായി ബന്ധപ്പെട്ട ഒരു അടിസ്ഥാന തത്വത്തെ, ധാർമ്മികതയെ സൂചിപ്പിക്കുന്നതാണ്. നിങ്ങൾ വിശ്വാസ്യത നിർവഹിക്കുക, നിങ്ങളെ അദ്ദിൽ അമാനത്ത, വിശ്വാസ്യത നിങ്ങൾ പൂർത്തിയാക്കി വീട്ടുക. ഇലാ മൻ ഇഅ്തമനക, നിങ്ങളോട് വിശ്വാസ്യത പ്രതീക്ഷിച്ചവർക്ക്, നിങ്ങളിൽ നിന്ന് വിശ്വാസ്യത പ്രതീക്ഷിക്കുന്നവർക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങളുമായി ബന്ധപ്പെട്ടവർ. അവർ നിങ്ങളെ വിശ്വസിച്ചിട്ടല്ലേ നിങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നത്, ഇടപാട് നടത്തുന്നത്. അവരോട് ആ വിശ്വാസ്യത നിങ്ങൾ നിലച്ചു പുലർത്തണം. വലാ തഖുൻ മൻ ഖാനക, ഇങ്ങോട്ട് ചതിച്ചാലും അങ്ങോട്ട് ചതിക്കരുത്. ഇതാണ് അതിന്റെ രത്നച്ചുരുക്കം. ഇആറത്ത്, വായ്പ, ഇതാണ് ഇതിലെ ഒന്നാമത് നമ്മൾ പരാമർശിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം. ഇആറത്ത് എന്താണ്? ഇആറത്ത് എന്ന് പറഞ്ഞാൽ വായ്പ കൊടുക്കുക. അതിന്റെ ഡെഫിനിഷൻ എന്താണ്? ഡെഫിനിഷൻ ഹിയ അഖ്ദുൻ യതളമ്മനു ഇബാഹത്തൽ ഇന്തിഫാഇ ബിശൈഇൻ മഅ ബഖാഇ ഐനിഹി. ഇആറത്ത് എന്ന് പറഞ്ഞാൽ നമ്മളൊരു വസ്തു ഒരാൾക്ക് കൊടുക്കുന്നു, ആ വസ്തു നശിച്ചു പോകാതെ അതിന്റെ ഉപകാരം അനുഭവിക്കാൻ കഴിയുക. ഇതാണ് വായ്പ കൊടുക്കുക എന്ന് പറഞ്ഞാൽ. ഇപ്പൊ നമ്മളൊരു കസേര ഒരാൾക്ക് വായ്പ കൊടുക്കുന്നു, അയൽവാസിക്ക്. അപ്പൊ കസേര നശിച്ചു പോകാതെ കസേരയുടെ ഉപകാരം എടുക്കാൻ പറ്റും, അതിന്റെ മുകളിൽ ഇരിക്കാൻ കഴിയും. ഇരിക്കലാണല്ലോ അതിന്റെ ഉപകാരം. ഇതാണ് ഇആറത്ത് എന്നതിന്റെ രത്നച്ചുരുക്കം. അഥവാ വസ്തു അവശേഷിക്കുന്നതോടൊപ്പം അതിന്റെ ഉപകാരം എടുക്കാൻ പറ്റുന്ന സംഗതി ഒരാൾക്ക് ഉപകാരം എടുക്കാൻ കൊടുക്കുന്നതാണ് ഹിയ അഖ്ദുൻ. അതൊരു ഇടപാടാണ്. യതളമ്മനു, ആ ഇടപാട് ഉൾക്കൊള്ളുന്നു, ഇബാഹത്തൽ ഇന്തിഫാഅ്, ഉപകാരമെടുക്കൽ അനുവദനീയമാക്കൽ. ഇപ്പൊ നമ്മൾ കസേര കൊടുക്കുമ്പോൾ ആ കസേരയിൽ ഇരിക്കുക എന്ന ഉപകാരം എടുക്കൽ അയാൾക്ക് അനുവദനീയാണ്, അനുവദിച്ചു കൊടുക്കുകയാണ്. ബിശൈഇൻ, ഒരു വസ്തു കൊണ്ട്. വസ്തു എന്താ? കസേരയോ എന്തും ആകാം. ഒരു ഉദാഹരിച്ച് മാത്രം ഒരു വസ്തു പറഞ്ഞേ ഉള്ളൂ.
മഅ ബഖാഇ ഐനിഹി, അതിന്റെ ആ വസ്തു അവശേഷിക്കുന്നതോടുകൂടെ തന്നെ അതിന്റെ ഉപകാരം എടുക്കാൻ പറ്റുക. ഇങ്ങനെ ഇയാറത്ത് കൊടുക്കുന്നത്, വായ്പ കൊടുക്കുന്നത് എന്താണ്? നിർബന്ധമാണോ, സുന്നത്താണോ, കറാഹത്താണോ, എന്താണ്? വഹിയ മുസ്തഹബത്തുൻ, ഇത് സുന്നത്താണ്. മുസ്തഹബത്തുൻ, അത് സുന്നത്താണ്. അപ്പൊ ഇയാറത്തിന്റെ ഡെഫിനേഷൻ പഠിച്ചു, അതിന്റെ നിയമവും പഠിച്ചു. ഇനി ഇയാറത്ത് ഉണ്ടാകണമെങ്കിൽ എന്തൊക്കെയാണ് അതിൽ ഉൾക്കൊള്ളുക? സാധാരണഗതിയിൽ 4 കാര്യങ്ങൾ ഉൾക്കൊള്ളും, 4 റുക്കിനുകൾ ഉൾക്കൊള്ളും. അതിന്റെ ഘടകങ്ങൾ റുക്കിന്, അർക്കാനുഹ, ഈ ഇയാറത്തിന്റെ ഘടകങ്ങൾ അർബഅത്തുൻ, 4 എണ്ണമാണ്. മുഈറുൻ, ഒന്ന് വായ്പ കൊടുക്കുന്ന ആള്, മുസ്തഈറുൻ, വായ്പ വാങ്ങുന്ന ആള്, മുആറുൻ, വായ്പ കൊടുക്കുന്ന വസ്തു, വസീഅത്തുൻ, ഇത് നിങ്ങൾ എടുത്തോ എന്ന് പറയുന്ന ആ സ്വീയ. ശുറൂത്തുഹ, അതിന്റെ നിബന്ധനകൾ എന്തൊക്കെയാണ്? അയ്ളൻ, ഫർള് പറഞ്ഞതുപോലെ തന്നെ അർബഅത്തുൻ, 4 കാര്യങ്ങൾ നിബന്ധനയുണ്ട്. എന്തൊക്കെയാണ് നിബന്ധന? കൗനുൽ മുഈരി മുഖ്താറൻ ജായിസ തസറുഫി മാലിക്കൻ ലിമൻഫഅത്തിൽ മുആരി, ഈ വായ്പ കൊടുക്കുന്ന ആള് നിർബന്ധിതനായിട്ട് കൊടുക്കുന്നതാകരുത്, സ്വയം ഇഷ്ടപ്രകാരം കൊടുക്കുന്നതാകണം. രണ്ടാമത്തത്, അയാൾക്ക് ഈ വായ്പ കൊടുക്കുന്ന വസ്തുവിന്റെ, ഈ ഉപകാരത്തിന്റെ ഉടമസ്ഥത ഉണ്ടാകണം. അയാൾക്ക് അതിന് ഉടമസ്ഥത ഉണ്ടാകണം. ഉപകാരം എടുക്കുക എന്നുള്ള ആ ഇരിക്കുക എന്ന എന്താണോ ഉപകാരം, ആ വസ്തുവിന്റെ ഉപകാരം എടുക്കാനുള്ള ഉടമസ്ഥ അവകാശം ഉണ്ടാകണം. ഇപ്പൊ കൗനുൽ മുഈരി, ഈ വായ്പ കൊടുക്കുന്ന വസ്തു ആയിരിക്കണം മുഖ്താർ, വായ്പ കൊടുക്കുന്ന ആള് ആയിരിക്കണം മുഖ്താറൻ, സ്വയേഷ്ടപ്രകാരം ചെയ്യുന്ന ആളായിരിക്കണം. എന്താകരുത്? സ്വയേഷ്ടപ്രകാരം എന്ന് പറഞ്ഞാൽ എന്തല്ല? ഒരാള് പിന്നെ ഭയപ്പെട്ടിട്ട് ഭീഷണിപ്പെടുത്തിട്ട് ചെയ്താൽ ആ ഇടപാട് സ്വഹീഹല്ല. അയാൾക്ക് ആ ഭീഷണിപ്പെടുത്തൽ മാറിയാൽ അയാൾക്ക് തിരിച്ചിങ്ങെടുക്കാം. അപ്പോ മുഖ്താറൻ, ശ്രേഷ്ഠപ്രകാരം ചെയ്യുന്ന ആളാകണം. ജായിസ തസറുഫി, തസറുഫിന്, തസറുഫ് എന്ന് പറഞ്ഞാൽ കൈകാര്യം ചെയ്യൽ അനുവദനീയമായ ആളാകണം. വേറൊരാൾ വസ്തു എടുത്തിട്ട് ഇയാൾക്ക് കൊടുക്കാൻ പറ്റൂലല്ലോ, അയാൾ അവിടെ ജായിസു തസറുഫ് അല്ല, കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ആളല്ല. ഇനി അയാളത് തന്നെയാണെങ്കിലും അത് ഒരു കോടതി ജപ്തി ചെയ്തിരിക്കുകയാണ്, അയാൾക്ക് അതിൽ തസറുഫ് പറ്റാത്തൊരു സമയത്ത് അയാൾക്ക് വായ്പ കൊടുക്കാൻ പറ്റൂല. അപ്പോ അയാൾക്ക് തസറുഫ് പറ്റുന്ന ആളാകണം. മാലിക്കൻ ലിമൻഫഅത്തിൽ മുആരി, മാലിക്കൻ ലിമൻഫഅത്തിൽ മുആരി, മാലിക്കൻ ഉടമസ്ഥനായിരിക്കണം. ലിമൻഫഅത്തിൽ മുആരി, വായ്പ കൊടുക്കുന്ന വസ്തുവിന്റെ ആ ഉപകാരത്തിന്റെ ഉടമസ്ഥാവകാശം ഉള്ള ആളായിരിക്കും. അപ്പൊ ഒന്നാമത്തത്, ഈ ഒരു നിബന്ധന, വായ്പ കൊടുക്കുന്ന ആള് സ്വയേഷ്ടപ്രകാരം ചെയ്യുന്ന ആളും കൈകാര്യം ചെയ്യൽ അനുവദനീയമായ ആളും ആ വായ്പ കൊടുക്കുന്ന വസ്തുവിന്റെ ഉപകാരത്തിന്റെ, ആ വസ്തുവിന്റെ തന്നെയാകാം, അതിന്റെ ഉപകാരത്തിന്റെയോ ഉടമസ്ഥനായിരിക്കണം. ഉപകാരത്തിന്റെ മാത്രം, വായ്പ കൊടുക്കുന്ന വസ്തുവിന്റെ ഉടമസ്ഥത മനസ്സിലാവും. അതേസമയത്ത് ഉപകാരത്തിന്റെ മാത്രം ഉടമസ്ഥാവകാശം ഉണ്ടാവുമോ? ഉപകാരത്തിന്റെ മാത്രം ഉടമസ്ഥാവകാശം ഉണ്ടാകും. എങ്ങനെയാ? ഒരാളൊരു കസേര വാടകക്കെടുത്തു, ഞാൻ 2 ദിവസത്തേക്ക് വാടകക്കെടുത്തതാണ്. അപ്പോ ഞാൻ അതിന്റെ ഈ ഉപകാരത്തിന്റെ ഉടമസ്ഥനാണ്. കാരണം ഉപകാരത്തിന് ഞാൻ ക്യാഷ് കൊടുത്തു, ആ ഉപകാരത്തിന് എനിക്ക് ഉടമസ്ഥാവകാശമുണ്ട്. അതെനിക്ക് വേണമെങ്കിൽ വായ്പ കൊടുക്കാം, നിങ്ങൾ ഇതുമേലെ ഇരുന്നോ എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. അതാണ് ഈ പറഞ്ഞതിന്റെ രത്നം. രണ്ടാമത്തെ നിബന്ധന, കൗനുൽ മുസ്തഈരി, വായ്പ വാങ്ങുന്ന ആൾ ആരായിരിക്കണം? മുതഅയ്യിനൻ, ഒരു നിശ്ചിത ആളായിരിക്കണം. ആർക്കോ വായ്പ കൊടുക്കുന്ന സ്ഥിതി ഉണ്ടാകുക, ആർക്കാണെന്ന് അറിയാത്ത വായ്പ പറ്റില്ല, ഇന്ന ആൾക്കായിരിക്കണം. മുത്ലഖ തസറുഫി, അയാള് തസറുഫ് പറ്റുന്ന ആളായി, അയാൾക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റണം. പിന്നെ കൗനുൽ മുആരി, വായ്പ കൊടുക്കുന്ന വസ്തു ആയിരിക്കണം മിമ്മാ യഹില്ലുൽ ഇന്തിഫാഉ ബിഹി, ഉപകാരം എടുക്കൽ അനുവദനീയമായ വസ്തുവായിരിക്കണം. ബഖാഇ ഐനിഹി, അതിന്റെ തടി, ആ വസ്തു അവശേഷിക്കുന്നതോടൊപ്പം ഉപകാരം എടുക്കാൻ പറ്റുന്നതായിരിക്കണം. അങ്ങനെ മെഴുകുതിരി കത്തിരിക്കാൻ വേണ്ടി വായ്പ കൊടുക്കാൻ പറ്റില്ല, കാരണം കത്തിച്ചു തീരുമ്പോ പിന്നെ മെഴുകുതിരി തിരിച്ച് തരാനുണ്ടാവില്ലല്ലോ. അത് വായ്പ കൊടുക്കാൻ കഴിയില്ല, അത് നിങ്ങൾക്ക് ദാനം കൊടുക്കാൻ പറ്റും.
കൗനുൽ കൗനുസുയാത്തി ഇവിടെ മുസ്തദഖത്ത് സുൽഫി എന്നുള്ളയിടത്ത് വ്യക്തമായിട്ടുണ്ടാവുന്ന ഞാൻ മനസ്സിലാക്കുന്നത് എന്താണ്, അതിപ്പോ ഇരിക്കാൻ കൊടുത്താൽ അത് ഇന്ന് ആവശ്യത്തിനേ ഇരിക്കാവൂ എന്ന് പറയുന്നതിന് പകരം ഇരിക്കാൻ കൊടുത്താൽ ഇരിക്കലായിരിക്കണം. അത് പിന്നെ എന്ത് ചെയ്യരുത്, അതിന് ഇന്നതിനെ ഇരിക്കാവൂ ഇന്നതിന് ഇരിക്കാം അങ്ങനെ പറഞ്ഞാൽ പിന്നെ അത് ആ ഉപകാരം അയാൾക്ക് കിട്ടാതായി. അതോടെ അത് പിന്നെ ഒരു കൂടുതൽ പ്രശ്നങ്ങൾക്ക് ഇടയുണ്ടാകും. അപ്പോ വായ്പ കൊടുക്കുന്ന വസ്തു ആ വസ്തു അവശേഷിക്കുന്നതോടൊപ്പം ഉപകാരം എടുക്കാൻ പറ്റണം എന്ന് പറഞ്ഞാൽ, ഇപ്പോ ഞാൻ ആദ്യം പറഞ്ഞ കസേര തന്നെ എടുക്കുക. കസേര വസ്തു അവശേഷിക്കുന്നതോടെ ഇരിക്കുക എന്നുള്ള ഉപകാരം എടുക്കാൻ പറ്റും. അപ്പൊ ഇരുന്ന് കഴിഞ്ഞിട്ട് സാധനം തിരിച്ചു കൊടുക്കാൻ പറ്റും. ഏത് സമയത്ത് മെഴുകുതിരി കൊടുക്കാൻ പറ്റില്ല, കാരണം മെഴുകുതിരി ഉപയോഗത്തോടെ തീർന്നു പോകും. ഇപ്പൊ കൗനു സുയത്തി, ഈ സുയ ആയിരിക്കണം ലഫ്ലൻ, വാക്കായിരിക്കണം, യുഷ്ഇറു അറിയിക്കുന്ന, ബിൽ ഇതിന് സമ്മതമുണ്ട്, ഫിൽ ഇന്തിഫായി ഉപകാരമെടുക്കാൻ. ആ വാക്ക് നിങ്ങൾക്ക് അതായത് ഉപകാരം എടുക്കാം എന്ന് അറിയിക്കുന്ന വാക്കാണ് പറയേണ്ടത്. ഉദാഹരണത്തിന് ഇത് നിങ്ങൾക്ക് വായ്പ തന്നു എന്ന് പറയാം, അപ്പോ അത് പറ്റും. കൗനുസുയത്തി ആ വാക്ക് ആവുക ലഫ്ലൻ, ഒരു ലഫ്ലായിരിക്കണം, വാക്കായിരിക്കണം. ഏത് വാക്കായിരിക്കണം? യുഷ്ഇറു അറിയിക്കുന്ന, എന്തറിയിക്കുന്ന, ബിൽ ഇതിന് സമ്മതമുണ്ട്, ഫിൽ ഇന്തിഫായി ഉപകാരമെടുക്കാൻ. ആ ഉപകാരം എടുക്കാൻ, ഉപകാരം ഉപയോഗപ്പെടുത്താൻ അതിനെ സമ്മതമുണ്ട് എന്ന് അറിയിക്കുന്ന വാക്കാണ് പറയേണ്ടത്. ഇത് നിങ്ങൾക്ക് ഞാൻ വായ്പ തന്നു എന്ന് പറയും പോലെ. വയക്ഫി മതിയാകും, ലഫ്ലു അഹദിഹി രണ്ടിൽ ഒരാൾ പറയാം, മഴ ഫീലിൽ ആഖിർ മറ്റേയാൾ ചെയ്യതും മതി. ഒരാൾ ചോദിക്കുക ഞാനിത് വായ്പ എടുത്തോട്ടെ, ആന്ന് പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ ഇത് നിങ്ങൾ വായ്പ ഉപയോഗിച്ചോ, നിങ്ങൾ പിന്നെ ഉപയോഗിച്ചിട്ട് തന്നെ എന്ന് പറയുന്നു. അപ്പൊ മറ്റാളത് ചെയ്യുന്നു, ഓക്കെ, ഇടപാടായി. വലാ തജൂസു അനുവദനീയമല്ല ഇയാറത്തുൽ മുസ്തആരി, ഈ വായ്പ വാങ്ങുന്ന ആളുണ്ട്, ഈ വായ്പ വാങ്ങുന്ന വസ്തു ഉണ്ടല്ലോ, ആ മുസ്തആർ എന്ന വസ്തു വായ്പ കൊടുക്കാൻ പറ്റൂല. വായ്പ കൊടുത്ത ആളുടെ സമ്മതം ഇല്ലാതെ വായ്പ കൊടുക്കാൻ പറ്റും. അതായത് ഒരാൾ വായ്പ വാങ്ങി, അത് മറ്റൊരാൾക്ക് വായ്പ കൊടുക്കാൻ പാടില്ല. ആരുടെ സമ്മതം ഇല്ലാതെ, വായ്പ കൊടുത്ത് ഉടമസ്ഥന്റെ സമ്മതം ഇല്ലാതെ കൊടുക്കണം. വലാത്ത ജൂസു അനുവദനീയമല്ല ഇയാറത്തുൽ മുസ്തആരി, വായ്പ കൊടുത്ത വസ്തു മറ്റൊരാൾക്ക് പിന്നെ എന്ത് ചെയ്യുക, അയാൾ കൊടുക്കുക. ഇതിനിൽ മൊഴീരി, വായ്പ കൊടുത്ത ആളുടെ സമ്മതം ഇല്ലാതെ. വലിൽ മുസ്തഈരി, ഈ വായ്പ വാങ്ങിയ ആൾക്ക് പറ്റും, ഇന്തിഫാഉൻ ഉപകാരം എടുക്കാൻ പറ്റും, ഉപയോഗിക്കാൻ പറ്റും, മഖ്ദൂനും സമ്മതമുള്ള ഉപയോഗിക്കാൻ പറ്റും. വക്കദാ മിസ്ലുഹു, ആ സമ്മതം കൊടുത്തത് പോലുള്ളതും പറ്റും. ഇല്ലം യൻഹ, വിരോധിച്ചിട്ടില്ലെങ്കിൽ. ഉദാഹരണത്തിന് ഒരു ഏണി വാങ്ങിക്കൊണ്ടുപോയി. ഏണി എന്തിനാ വാങ്ങിയത്? എനിക്ക് ടെറസിന്റെ മുകളിൽ ഒരു സാധനം കുടുങ്ങിപ്പോയിട്ടുണ്ട്, അതൊന്ന് എടുക്കാനാ വാങ്ങുന്നത്. അവിടെ കൊണ്ടുപോയി. അത് കഴിഞ്ഞിട്ട് ഈ ഇപ്പുറത്തുനിന്ന് വേറൊരു സാധനം, ഇപ്പുറത്തെ ഒരു സാധനത്തിന്റെ മുകളിൽ കുടുങ്ങിപ്പോയിട്ടുണ്ട്, അതും കൂടി എടുക്കാൻ. അപ്പൊ അത് സമാനമായ ഒരു ഉപയോഗമാണ്, അത് പറ്റും. വലഹു, ഈ വായ്പ വാങ്ങിയ ആൾക്ക് പറ്റും. ഇനാബത്തു മൻ, ഇനാബത്ത് എന്ന് പറഞ്ഞാൽ പകരമാക്കുക. മൻ ഒരാളെ, യസ്തൗഫി അയാൾ നിർവഹിക്കും, അൽ മംഫഅത ഈ ഉപകാരം, ലഹു ഇയാൾക്ക് വേണ്ടി. എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ ഒരാൾ മുളക് പറിക്കാൻ വേണ്ടി ഏണി വാങ്ങിച്ചു കൊണ്ടുപോവാണ്, വായ്പ വാങ്ങുകയാണ്. അപ്പോ ഈ മുളക് പറിക്കാൻ ഇയാളെ കൊണ്ട് പറ്റൂല, എന്നാൽ പറിക്കാൻ പറ്റുന്ന ഒരാളെ കൊണ്ട് എന്ത് ചെയ്യുക, അത് പറിപ്പിക്കാം. അപ്പോ മറ്റൊരാളെ പകരമാക്കുകയാണ് ഈ കാര്യം ചെയ്യാൻ വേണ്ടി, അത് പറ്റും. പറഞ്ഞ മനസ്സിലായില്ലേ? ഏണി വാങ്ങുകയാണ്, അതുകൊണ്ടുള്ള ഉപകാരം എന്താ? ഈ മുളക് പറിക്കുക, അതിന്റെ മുകളിൽ കയറിയിട്ട് മുളക് പറിക്കുക എന്നുള്ളതാണ്. കവുങ്ങിന്റെ മുകളിലുള്ള മുളക് വള്ളിയില്ലേ, കുരുമുളക്, അപ്പൊ അത് പറിക്കാനാണ് കൊണ്ടുപോകുന്നത്. അപ്പോ ഇയാൾക്ക് അതിന്റെ മുകളിൽ കയറി പറിക്കാൻ പറ്റില്ല, അപ്പൊ പറിക്കാൻ പറ്റുന്ന മറ്റൊരാളെ കൊണ്ട് പറിപ്പിക്കുന്നു, അത് പറ്റും. അവിടെ ഒരു കാര്യമുണ്ട്, ഇദാലം യകുൻ ഫീഹാ ദററുൻ, അതിലെന്തുണ്ടാകാൻ പാടില്ല, ഒരു ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല. അതായത് ഇതിന്റെ മുകളിൽ കയറുന്നത്, ഇത് ഒരു 60-70 കിലോ ഒക്കെ ആൾക്ക് കയറാൻ പറ്റുന്ന ഒരു ചെറിയ കോണിയാണ്.
അതിൽ 150 കിലോ ഉള്ള ആളാ കയറുന്നത്, അപ്പൊ കോണി പൊട്ടിപ്പോകും. അപ്പൊ അങ്ങനെ ഒരു ഉപദ്രവമുള്ളതാകാൻ പാടില്ല ഈ പകരം വിളിക്കുന്ന ആളെ കാര്യം. അപ്പൊ ഒന്നുകൂടി അർത്ഥം വെക്കാം. വലഹു, ഈ വായ്പ വാങ്ങിയ ആൾക്ക് പറ്റും. ഇനാബത്തു മൻ, ഒരാളെ പകരം വിളിക്കുക. യസ്തൗഫിൽ മംഫഅത, ആ ആള് ആ ഉപകാരം നിർവഹിക്കും. ലഹു, ഈ ആൾക്ക് വേണ്ടി, വായ്പ എടുത്ത ആൾക്ക് വേണ്ടിയിട്ട്. അങ്ങനെ ചെയ്യേണ്ടത് എപ്പോഴേ ഇദാലം യക്കുൻ, ഇല്ലാത്തപ്പോൾ, ഫീഹ, അവിടെ, ലററുൻ, ബുദ്ധിമുട്ടില്ലാത്തപ്പോൾ, സായിദുൻ അലസ്തിയമാലിഹി, അയാൾ ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ ഒരു ബുദ്ധിമുട്ട് അവിടെ വരാനില്ല, എന്നാൽ പ്രശ്നമില്ല. അല്ല ഏണി പൊട്ടാൻ ചാൻസ് ഉണ്ട്, ഏണിയുടെ ഏജ് കുറയാൻ ചാൻസ് ഉണ്ട്, അങ്ങനത്തെ ഒരാളെയാണ് പകരം വിളിക്കുന്നത്, പറ്റൂല. വൽ ആരിയത്തു, ഈ വായ്പ വാങ്ങിയ വസ്തുവിന്റെ സ്ഥിതി എന്താ? വൽ ആരിയത്ത്, ഈ വായ്പ വാങ്ങിയ വസ്തു, അതിനാണ് ആരിയത്ത് എന്ന് പറയാം. അത് മൽമൂനത്തു, ലമാനുള്ളതാണ്, ഉത്തരവാദിത്വമുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അതിന്റെ ആശയം എന്താ? ഉത്തരവാദിത്വം ഉള്ളതെന്ന് പറഞ്ഞാൽ ഇൻ തലിഫത്ത് ബി ഗൈരിൽ ഇസ്തിഅമാലിൽ മഅ്ദൂനി ഫീഹി വലൗ ബി ഗൈരി തഫ്രീത്തിൻ ഫയദ്മനുഹാ ബി ഖീമത്തിഹാ യൗമ തലഫി. അത് നശിച്ചു പോയാൽ എന്ത് ചെയ്യണം? അതിന്റെ വില കൊടുക്കണം. അതിന്റെ വില കൊടുക്കണം. അയാൾ അതിന് ഉത്തരവാദിയാണ്. അപ്പൊ വൽ ആരിയത്തു, ഈ വായ്പ വാങ്ങിയ വസ്തു, മദ്മൂനത്തു, ലമാനുള്ളതാണ്. ഇൻ തലിഫത്ത്, അത് നശിച്ചു പോയാൽ, ബി ഗൈരിൽ ഇസ്തിഅമാലി, ഉപയോഗം, അൽ മഅ്ദൂനി ഫീഹി, അൽ മഅ്ദൂനി ഫീഹി എന്ന് പറഞ്ഞാൽ പെർമിഷൻ ഉള്ള, സമ്മതമുള്ള ഉപയോഗം അല്ലാതെ അത് നശിച്ചു പോയാൽ, വലൗ ബി ഗൈരി തഫ്രീത്തിൻ, അവിടെ വീഴ്ചയൊന്നും വരുത്തിയിട്ടില്ല, വേറൊരു ഉപയോഗത്തിന് കൊണ്ടുപോയതാണ്, അയാള് ചോദിച്ചതിനല്ലാതെ മറ്റൊരു ഉപയോഗത്തിന് അത് എടുത്തു, എന്നിട്ടത് നശിച്ചു പോയാൽ, ഫയദ്മനുഹ, അതിന് ഈ വായ്പ വാങ്ങിയ ആൾ ഉത്തരവാദിയാണ്. ബി ഖീമത്തിഹ, അതിന്റെ വിലക്ക് ഉത്തരവാദിയാണ്. യൗമ തലഫി, ആ നശിക്കുന്ന ദിവസം അതിന്റെ വില എങ്ങനെയാണോ ആ വില കൊടുക്കണം. വയജൂസു, അനുവദനീയമാണ്, ലികുല്ലിൻ മിന തുറഫൈനി അർറുജൂ ഫിൽ ആരിയത്തി മത്താ ശാഅ വലൗ ഫിൽ മുഅഖത്തത്തി, വായ്പ വാങ്ങിയ വസ്തു എപ്പോ വേണമെങ്കിലും ആൾക്ക് തിരിച്ചു ചോദിക്കാം. ഒരാഴ്ചത്തേക്ക് കോണി എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്കതൊന്നും ആവശ്യമുണ്ട്, തിരിച്ചു തരണമെന്ന് പറയാം, തിരിച്ചാവശ്യപ്പെടാം. ഇനിയുള്ള ഒരാഴ്ചത്തേക്ക് വാങ്ങിയത്, ഈ വാങ്ങിയ ആള് 2 ദിവസം കഴിഞ്ഞിട്ട് അയാൾക്ക് തിരിച്ചു കൊടുക്കണമെങ്കിൽ അയാൾക്കും തിരിച്ചു കൊടുക്കാം, കുഴപ്പമില്ല. യജൂസു, അനുവദനീയമാണ്, ലികുല്ലിൻ മിന തുറഫൈനി, തുറഫ് എന്ന് പറഞ്ഞ ഭാഗം, തുറഫൈൻ, 2 ഭാഗത്തുള്ള എല്ലാവർക്കും, അഥവാ വായ്പ വാങ്ങിയ ആൾക്കും വായ്പ കൊടുത്ത ആൾക്കും, ഇതാണ് 2 തുറഫ്. ഈ 2 തുറഫിലുള്ള 2 ആൾക്കും പറ്റും. എന്ത് പറ്റും? അർറുജൂ, അത് ക്യാൻസൽ ചെയ്യുക. ഫിൽ ആരിയത്തി, വായ്പ വാങ്ങിയ വസ്തു ക്യാൻസൽ ചെയ്യുക, അത് മടക്കി കൊടുക്കുക. മത്താശായ, എപ്പോ വേണമെങ്കിൽ. വലൗ ഫിൽ മുഅഖത്തത്തി, അതൊരു സമയം പറഞ്ഞ ഇടപാടാണെങ്കിൽ പോലും, ഒരാഴ്ചത്തേക്ക് എന്ന് പറഞ്ഞിട്ടാണ് സാധനം വാങ്ങിയത്, എന്നാലും നേരത്തെ കൊടുക്കാം, നേരത്തെ വാങ്ങാം. അപ്പോ വായ്പയുമായി ബന്ധപ്പെട്ട നിയമങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി പറയാൻ പോകുന്നത് ഇജാറത്ത്, വാടകയാണ്. വാടകക്ക് കൊടുക്കുക. ഇജാറത്ത് എന്ന് പറഞ്ഞാൽ വാടകക്ക് കൊടുക്കുക, അതാണ് നമുക്ക് പറയാനുള്ളത്. ഹിയ തംലീക്കും മൻഫഅത്തിൻ, ഒരു ഉപകാരത്തെ ഉടമപ്പെടുത്തി കൊടുക്കുക. മറ്റിടത്ത് ഉടമപ്പെടുത്തി കൊടുക്കുന്നില്ല, ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ്. ഉപകാരം ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ്, ഒരു സുന്നത്താണല്ലോ. ഇവിടെ ഉപകാരം ഉടമപ്പെടുത്തി കൊടുക്കുന്നു. ഒരാളൊരു കാറ് വാടകയ്ക്ക് എടുക്കുന്നു പൈസ കൊടുത്തിട്ട്. അപ്പൊ കാർ കൊണ്ടുള്ള ഉപകാരം എന്താ? യാത്ര ചെയ്യുക, ഡ്രൈവ് ചെയ്യുക. അത് ഇയാൾക്ക് ഉടമസ്ഥാവകാശം കൊടുക്കുകയാണ്. അല്ലെങ്കിൽ ഒരു കസേര കൊടുക്കുകയാണ്, കസേരന്റെ ഉപകാരം എന്താ? ഇരിക്കുക, അതിന് ഇയാൾ ഉടമസ്ഥാവകാശം കൊടുക്കുക. അപ്പൊ തംലീക്കും മൻഫഅത്തിൻ, ഉപകാരത്തെ ഉടമപ്പെടുത്തി കൊടുക്കുക, ഉടമസ്ഥാവകാശം കൊടുക്കുക, ഉപകാരത്തിനാണ്, വസ്തുവിനല്ല. വൽ ഇജാറത്തു, ഈ ഇജാറത്ത് നൗആനി, 2 വിധമുണ്ട്. നൗആനി, 2 വിധമുണ്ട്. ഇജാറത്തു ഐനിൻ വ ഇജാറത്തു ദിമ്മത്തിൻ, വസ്തു വാടക കൊടുക്കുക, അല്ലെങ്കിൽ ഉത്തരവാദിത്വത്തിൽ വാടക കൊടുക്കുക. അതായത് നിനക്ക് ഞാൻ ഒരു വാഹനം, കാറ് 1 മാസത്തേക്ക് വാടകക്ക് തന്നു. ഏത് കാറാ? റിറ്റ്സ് കാറ്, ഇന്നാലിന്ന നമ്പറുള്ള ഇന്നാലിന്ന കാറ് ഞാൻ നിങ്ങൾക്ക് വാടകക്ക് തന്നു. എപ്പോ മുതൽ? ഞാൻ ഫെബ്രുവരി 15 പറയുന്നത് മാർച്ച് 1 മുതൽ മാർച്ച് 31 വരെ, അല്ലെങ്കിൽ മാർച്ച് അവസാനം വരെ. അപ്പൊ 1 മാസത്തേക്ക് വാടക കൊടുത്തു, ക്യാഷ് വാങ്ങുന്നു. ഇവിടെ വണ്ടി കൊടുത്തോ? വണ്ടി കൊടുത്തിട്ടില്ല, അത് ദിമ്മത്തിലാണ്, അത് ഇയാളുടെ ഉത്തരവാദിത്വത്തിലാണ് കൊടുക്കുന്നത്. അപ്പൊ അവിടെ ക്യാഷ് വാങ്ങുക അവിടെ നടക്കുന്നുണ്ട്, ഇടപാട് അവിടെ നടക്കുന്നുണ്ട്.
പക്ഷെ എന്താണ് സാധനം അപ്പൊ കൈമാറുന്നില്ല, ക്യാഷേ കൈമാറുന്നുള്ളൂ. അപ്പൊ ഇജാറത്തു ദിമ്മത്താണ്. അതല്ല കാറിന്റെ ചാവി എടുത്തു എന്ന് പറഞ്ഞിട്ട് റെന്റ് കൊടുക്കുമ്പോൾ ക്യാഷ് വാങ്ങുന്നു. അതെന്താണ് ഇജാറത്തു ഐനിൻ, ആ വസ്തു തന്നെ കൈമാറുന്നു. അപ്പൊ ഇജാറത്തു ഐനിൻ വസ്തു തന്നെ കൈമാറുന്ന ആ വാടക ഐറ്റം വസ്തു കൈമാറാതെ ഉത്തരവാദിത്വത്തിൽ ഇടപാട് നടക്കുന്നു. അതാണ് രണ്ടാമത്. ഫൽ ഊല, ഈ വസ്തു കൈമാറുന്നത് ഏത് ഒരു ഉദാഹരണ രീതി എന്താണ്? ഇസ്തജർത്തു മിൻക ഹാദൽ മർക്കബ ഷഹ്റൻ ബിക്കഥ. ഇസ്തജർത്തു ഞാൻ വാടകക്കെടുത്തു, മിൻക നിങ്ങളിൽ നിന്ന്, ഹാദൽ മർക്കബ ഈ വാഹനം, ഷഹ്റൻ ഒരു മാസം, ബിക്കഥ ഇത്ര രൂപക്ക്. ബിക്കഥ പറഞ്ഞാൽ ഇന്നാലിന്ന വിലക്ക്. അപ്പൊ ഇന്നാലിന്ന എമൗണ്ടിന് ഈ വാഹനം ഒരു മാസത്തേക്ക് ഞാൻ റെന്റിന് എടുത്തു എന്ന് പറയുന്നു, കൊടുക്കുന്നു. വസാനിയത്തു രണ്ടാമത്തത് എന്താണ്? ദിമ്മത്ത് കഖൗലിഹി പറയാ, ഇസ്തജർത്തു മിൻക ഞാൻ നിങ്ങളിൽ നിന്ന് വാഹനം വാടകയ്ക്ക് എടുക്കുകയാണ്, മർക്കബൻ ഒരു വാഹനം, സിഫത്തുഹു കഥ ഇന്നാലിന്ന വിശേഷണമുള്ള ഒരു വാഹനം ഞാൻ ഒരു മാസത്തേക്ക് വാടകയ്ക്ക് എടുക്കുകയാണ്. അപ്പൊ ക്യാഷ് കൊടുക്കുന്നു, വാടകയ്ക്ക് എടുക്കൽ നടക്കുന്നു. അയാൾ പിന്നെ വാഹനം കൊടുക്കും. വാഹനം ഏതാന്ന് പറഞ്ഞിട്ടില്ല, വാഹനത്തിന്റെ ഇത് വിശേഷണം പറഞ്ഞിട്ടേ ഉള്ളൂ. അർക്കാനുഹു, ഇതിലെ ഘടകങ്ങൾ ഏതൊക്കെയാ ഉണ്ടാകുക? മുക്കിരിൻ, അക്രായുക്കിരി മുക്കിരിൻ അഥവാ വാടക കൊടുക്കുന്ന ആള്, മുക്കത്തരിൻ വാങ്ങുന്ന ആള്, ഉജറത്തുൻ അതിന്റെ വില, ആ തുക, കൂലി, മംഫഅത്തുൻ ഒരു ഉപകാരം, വാഹനാണെങ്കിൽ അതിൽ യാത്ര ചെയ്യുക എന്നുള്ള ഉപകാരം, ഈജാബും കബൂലും ഒരാൾ കൊടുക്കുന്നത് പറയുന്നു, മറ്റാൾ സ്വീകരിച്ചു എന്ന് പറയുന്നു. ഇങ്ങനെ എത്രയായി? 1, 2, 3, 4, 5, 6 ഷർത്തുകൾ, 6 റുക്കിനുകളാണ് ഇജാറത്തിനുള്ളത്. വാടകയ്ക്ക് കൊടുക്കുന്ന ആള്, വാങ്ങുന്ന ആള്, കൂലി, ഉപകാരം, പിന്നെ ഈജാബ്, കബൂല്. ഈജാബ് എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് വാടകയ്ക്ക് തന്നു എന്ന് പറയാം, മറ്റാൾ ഞാൻ വാടകയ്ക്ക് സ്വീകരിച്ചു എന്ന് പറയാം. അപ്പൊ ഷുറൂത്തുഹ അതിന്റെ കണ്ടീഷൻസ്, ഷർത്തുകൾ, നിബന്ധനകൾ എന്തൊക്കെയാണ്? കൗനു കുല്ലിൻ മിൻഹുമാ മുക്കല്ലഫൻ റഷീദൻ മുഖ്താർ, വാടകയ്ക്ക് കൊടുക്കുന്ന ആളും വാങ്ങുന്ന ആളും മുക്കല്ലഫ് ആയിരിക്കണം, പ്രായപൂർത്തിയും ബുദ്ധിയുള്ള ആളായിരിക്കണം. എന്ന് പറഞ്ഞാൽ ഒരു ഇടപാട് ശരിയാകണ്ടേ. റഷീദൻ ഒരു പക്വത എത്തിയ ആളാകണം. മുഖ്താറൻ സ്വയം കാര്യങ്ങൾ ചെയ്യാൻ അധികാരമുള്ള ആളാകണം, സ്വയം ചെയ്യുന്ന ആളാകണം, നിർബന്ധിതനായിട്ട് ചെയ്യുന്നതാകരുത്. ഭീഷണിപ്പെടുത്തി ചെയ്യുന്നതായാൽ ഇടപാട് ശരിയായിട്ട് പരിഗണിക്കൂല. ഇനിയുള്ള ഷർത്ത് എന്താണ്? കൗനുൽ ഉജറത്തി മാലൂമത്ത്, അതിന്റെ വില എത്രയാന്നുള്ളത് നിശ്ചിതമായിരിക്കണം. വിലയൊന്നും പറയാതുള്ള ഇടപാടാകരുത്, കാരണം അത് പ്രശ്നമാണ്. അപ്പൊ വില പറയണം, ഇത്ര വിലക്ക് എന്ന് പറയണം. എന്നെല്ലാം കൂടി അവസാനം പറഞ്ഞിട്ട് കഴിഞ്ഞതിന് ശേഷം വിലക്കടി കൂടരുത്. കൗനുൽ മംഫഅത്തി മുബാഹത്തൻ, ആ ഉപകാരം എന്തുമായിരിക്കണം? അനുവദനീയമായിരിക്കണം. അനുവദനീയമായ ഉപകാരമായിരിക്കണം, ഒരു ഹറാമായ കാര്യം ആകരുത് ഉപകാരം. മാലൂമത്തൻ, അത് അറിയപ്പെട്ട ബോധ്യമുള്ളതാകണം. അറിയപ്പെട്ടതാകാന്നാണ് ബോധ്യമുള്ളത്. മുത്തഖവ്വമത്തൻ, അതൊരു വിലമതിക്കുന്നതാകണം. മുത്തഖവ്വമത്ത് എന്ന് പറഞ്ഞാല് ഒരു വിലമതിക്കുന്നതാകണം. എന്താകരുത്? ഒരു ഉപകാരമില്ലാത്ത പിന്നെ അതിനൊരു വിലമതിക്കാൻ പറ്റാത്ത ഒരു സംഗതി ആകരുത്. ഹാസുലത്തൻ ലിൽ മുക്തരി, വാടകയ്ക്കെടുക്കുന്ന ആൾക്ക് അത് കിട്ടണം. വാടകയ്ക്കെടുക്കുന്ന ആൾക്ക് അത് കിട്ടണം. മഖ്ദൂറത്ത് തസ്ലീമി, ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റുന്നതാകണം. ബഖാഇൽ ഐനി, ആ വസ്തു അവശേഷിക്കുന്നതോടൊപ്പം സംഗതി അങ്ങോട്ടും ഇങ്ങോട്ടും ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മെഴുകുതിരി എന്തല്ല, വസ്തു അവശേഷിക്കൂലല്ലോ ഉപകാരം എടുക്കുമ്പോ. അപ്പൊ അതെന്തിനു പറ്റൂല? വാടകയ്ക്ക് പറ്റൂല. അപ്പൊ വാടക ഉപകാരം എടുത്തതിന് ശേഷം തിരിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യമാകണം. പിന്നെ വഅദമു തഅജീലിൽ മൻഫഅത്തി ഫി ഇജാറത്തി ഐനിൻ, ഒരു മാസത്തേക്ക് വാടക കൊടുക്കുകയാണ്, 10 ദിവസം ഉപയോഗിക്കാൻ പാടുള്ളൂ, അങ്ങനെ പറയാൻ പാടില്ല. ആ വാടകയ്ക്ക് എടുക്കുന്ന കാലയളവിൽ പിന്നെ എന്ത് ചെയ്യാൻ പാടില്ല? അതിന്റെ ഇടയിൽ ഒരു അജല് നിശ്ചയിക്കാൻ പാടില്ല, ഉപകാരത്തിന് അവധി നിശ്ചയിക്കാൻ പാടില്ല. ഈ ഇജാറത്തി ഐനിൻ, ഇജാറത്ത് ഐനിൽ ഒരു വസ്തു കൊടുക്കുമ്പോൾ തവാഫുഖുൽ ഈജാബി വൽ ഖബൂലി മാനൻ, ഈജാബും കബൂലും ആശയത്തിൽ ഒക്കണം. ഒരാൾ പറയുന്നു ഞാൻ നിങ്ങൾക്ക് 10 രൂപക്ക് വാടകയ്ക്ക് തന്നു, മറ്റേയാൾ പറയുന്നു ഞാൻ 5 രൂപക്ക് സ്വീകരിച്ചു. അപ്പൊ ആശയത്തിൽ ഒക്കുന്നില്ലല്ലോ, ആശയത്തിൽ ഒക്കണം. തവാഫുഖ് ഒക്കുക, ഒത്തുവരിക. അൽ ഈജാബി വൽ കബൂൽ, ഈജാബും കബൂലും മാനൻ ആശയത്തിൽ ഒക്കണം. അദമുൽ ഫസ്ലി ബൈനഹുമ,
ഒരാള് പറഞ്ഞത് ഒരു ഇന്ന് ഒരാൾ എന്ത് ചെയ്തു, ഞാനിത് നിങ്ങൾക്ക് വാടകയ്ക്ക് തോന്നുന്നുണ്ട്, അപ്പൊ മറ്റേയാളെ സ്വീകരിച്ചൊന്നുമില്ല. അയാള് കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് ഇയാളത് വിട്ട്, അയാൾ സ്വീകരിച്ചിട്ടില്ലല്ലോ, ഇനി പോട്ടെ, വേറെ ആൾക്ക് കൊടുത്തു. അപ്പൊ അയാൾ വന്നിട്ട് പറഞ്ഞു, ഇന്നലെ നിങ്ങൾ പറഞ്ഞ തന്നില്ല, ഞാൻ ഇപ്പൊ സ്വീകരിച്ചു. കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് പറയാണ് ഞാനത് സ്വീകരിച്ചു. അപ്പൊ ഇവിടുന്ന് പിരിഞ്ഞതിന് ശേഷം, ഇടപാടിന്റെ സാഹസ് പിരിഞ്ഞതിന് ശേഷം പിന്നെ എപ്പോഴോ വന്നിട്ട് ഇടവേളയോടുകൂടെ വന്ന് പറയരുത്. അപ്പൊ അദമുൽ ഫസിലി, അദം എന്ന് പറഞ്ഞാൽ ഇല്ലാതിരിക്കുക, ഫസുൽ എന്ന് പറഞ്ഞാൽ ഇടവേള, ബൈനഹുമ ഈജാബ് കബൂലിന്റെ ഇടയിൽ ഇടവേള ഇല്ലാതിരിക്കുക. അദമു തഅലീഖ് ഫീഹിമ, തഅലീഖ് ഉണ്ടാകരുത്. അതായത് ഞാന് ഇത് നിങ്ങൾക്ക് വാടകയ്ക്ക് തന്നു എപ്പോ, ഇന്നാലിന്ന ആള്, അതായത് എന്റെ അനുജൻ ഗൾഫിൽ നിന്ന് വന്നിട്ടില്ലെങ്കിൽ, അപ്പൊ വരുവോ ഇല്ലയോ എന്ന് അറിയില്ല, അപ്പൊ മറ്റൊരു വിഷയമായിട്ട് ബന്ധിപ്പിക്കുക, കണക്ട് ചെയ്യുക, അത് പാടില്ല. വാദമു തഅലീഖ് ഫീഹിമ, ബന്ധിപ്പിക്കാതിരിക്കുക. അപ്പൊ കുല്ലും മിനൽ മുഖ്തരി വൽ അജീരി അമീനു, വാടകയ്ക്ക് എടുക്കുന്ന ആള്, അതുപോലെ മുഖ്തരി എന്ന് പറഞ്ഞാൽ വാടകയ്ക്ക് എടുക്കുന്ന ആള്, അജീർ എന്ന് പറഞ്ഞാൽ ഇതിനു വേണ്ടി കൂലിക്ക് വിളിക്കുന്ന ആള്. ഞാനിപ്പോ ഒരു വാഹനം വാടകയ്ക്ക് എടുത്തു, അത് ഓടിക്കാൻ ഞാൻ മറ്റൊരാളെ കൂലിക്ക് വിളിച്ചു, ഡ്രൈവർ, അയാൾ അജീറാണ്, കൂലിക്ക് വരുന്ന ആള്. ഈ കൂലിക്ക് വരുന്ന ആളും വാടകയ്ക്ക് എടുത്ത ആളും അമീനും വിശ്വസ്തനാണ് എന്ന് പറഞ്ഞാൽ ഫല ലമാന അലൈഹിമ ബിലാ തത്സീരിൻ, വീഴ്ച വരുത്താതെ അവര് അതിന് ഉത്തരവാദിത്വമില്ല. എന്ന് പറഞ്ഞാൽ വാഹനത്തിന് വല്ലതും പറ്റിയാൽ അതായത് ഇവര് വീഴ്ച വരുത്തിയിട്ടല്ലാതെ, ഇവരുടെ വീഴ്ച കൊണ്ട് പറ്റിയാൽ ഇവർ ഉത്തരവാദിയാണ്. ഇവരുടെ പോരായ്മ കൂടാതെ വാഹനത്തിന് വല്ലതും പറ്റിയാൽ ആരുത്തരവാദിയല്ല. ഈ വാടകയ്ക്ക് ആളോ ഈ ജോലിക്കാരനോ ഉത്തരവാദിയല്ല. അപ്പൊ ഫല ലമാന അലൈഹിമ, അവർക്ക് ഉത്തരവാദിത്വമില്ല, ബിലാ തഖ്സീര്, വീഴ്ച വരുത്തിയാൽ ഉത്തരവാദിത്വം ഉണ്ടാവും, മറ്റൊരു വിഷയം. തസ്ബുത്തുൽ ഉജറത്തു, ഈ കൂലി ആരാ കൊടുക്കേണ്ടത്? അലൽ മുഖ്തരി, അത് വാടകയ്ക്ക് എടുത്ത ആളാ കൊടുക്കേണ്ടത്. ഞാൻ വാഹനം എടുത്തു, ഡ്രൈവിങ്ങിന് ഞാൻ ഒരാളെ വിളിച്ചു, ഡ്രൈവറെ കൂലി ഞാൻ കൊടുക്കണം. ബി മുദിയിൽ മുദ്ദത്തി, ആ കാലാവധി അവസാനിക്കുന്നതോടെ കൂലി കൊടുക്കണം. വൈലം യസ്തോഫിൽ മംഫഅത്ത, ആ ഉപകാരം അയാൾ എടുത്തിട്ടില്ലെങ്കിലും ശരി, ഉപകാരം ഒന്നും എടുത്തിട്ടില്ല, ഞാൻ വാഹനം ഓടാനൊന്നും ആവശ്യം വന്നിട്ടില്ല, എന്നാലും കൂലി കൊടുക്കും. വലോബി ഉഴുതിരിൻ, അത് സംഗതി എനിക്ക് രോഗമായി പോകാനൊന്നും പറ്റിയില്ല, വലോബി ഉഴുതിരിൻ, അതൊരു കാരണത്തോടു കൂടെയാണെങ്കിലും ശരി, കമറലിഹി, രോഗം പോലെ, ഔ ഹൗഫിഹി, അല്ലെങ്കിൽ ആകെ ഒരു പേടിയുള്ള ഒരു ഹർത്താലായിരുന്നു, അല്ലെങ്കിൽ മറ്റെന്തോ ഒരു വിഷയമായിരുന്നു, കർഫ്യൂ ആയിരുന്നു, അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രശ്നമായിട്ട് ഭയം, ഹൗഫ് എന്ന് പറഞ്ഞാൽ ഭയം, അതുപോലെ രോഗം പോലെയുള്ള കാരണങ്ങൾ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റിയില്ല, ഉപകാരമൊന്നും എടുക്കാൻ പറ്റിയില്ല, എന്നാലും എന്ത് ചെയ്യണം, കൂലി കൊടുക്കും. ഇനി മൂന്നാമത്തെ ഇടപാട് ഏതാ? മൂന്നാമത്തെ ഇടപാട് വദിയത്ത്. അപ്പൊ നമ്മള് ഈ വാടകയായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഇസ്ലാമിന്റെ നിയമങ്ങളൊക്കെ എന്താ? നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു പൗരൻ സുരക്ഷിതനായിരിക്കും, ഒരു പൗരൻ വഞ്ചിക്കപ്പെടരുത്, ഓരോരുത്തരും അവകാശങ്ങൾ അയാൾക്ക് ലഭ്യമാണ്, അതിനാവശ്യമായതാണ് നിയമങ്ങൾ. ഈ നിയമങ്ങളാണ് നമ്മളിപ്പോ പറഞ്ഞതൊക്കെ. രത്നച്ചുരുക്കഥ: വഞ്ചിക്കരുത്, വഞ്ചിക്കപ്പെടരുത്. ഇനി വദിയാത്ത് എന്താണ്? സൂക്ഷിപ്പ് സ്വത്ത് എന്നാണ് വാക്ക്. സൂക്ഷിപ്പ് സ്വത്ത്. ഇപ്പൊ ഒരാളടുത്ത് വല്ലതും വെക്കാൻ കൊടുക്കുക. ഞാനിപ്പോ വിദേശത്ത് പോവാണ്, എൻ്റെ ഒരു വാഹനം ഞാൻ ഒരാളെടുത്ത് സൂക്ഷിക്കാൻ കൊടുക്കുന്നു, അതല്ലെങ്കിൽ എൻ്റെ ഒരു വസ്തു, ഒരു വില പിടിപ്പുള്ള ഒരു സ്വർണ്ണമുണ്ട്, അതൊരാളെടുത്ത് സൂക്ഷിക്കാൻ കൊടുക്കുന്നു. ഇതാണ് വദിയത്തിന്റെ രൂപം. സഹ, ശരിയാകും. ഈദാഉ ഷൈഇൻ, ഒരു വസ്തു സൂക്ഷിക്കാൻ കൊടുക്കുക. മുഹ്തറമിൻ, ഒരു വിലമതിക്കുന്ന. മിൻ ജായിസി തസറുഫി, അത് ഉപയോഗിക്കൽ അനുവദനീയമായ ഒരാൾക്ക് അത് സൂക്ഷിക്കാൻ വെക്കാൻ പറ്റും. ഇന്ത ജായിസി തസറുഫി, ആരടുത്താണ് കൊടുക്കേണ്ടത്? അയാൾക്ക് സ്വയം അയാളുടെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ അധികാരമുള്ള ഒരാളടുത്താണ് കൊടുക്കേണ്ടത് എങ്ങനെയാ? ബിലഫ്ലിൻ, അയാൾ പറയണം. ബിലഫ്ല് ഉച്ചരിക്കും. ബിലഫ്ലിന് അയാൾ പറയണത് പിന്നെ ഹദീമ, രണ്ടിൽ ഒരാൾ പറയണം. ആദമിർ റദ്ദി, മറ്റേ ആളത് റദ്ദ് ചെയ്യാതിരുന്നാൽ മതി. മിനൽ ആഖരി, മറ്റേ ആള് റദ്ദ് ചെയ്യാന്ന് പറഞ്ഞാൽ ക്യാൻസൽ ചെയ്യാം. ഇല്ല എനിക്ക് പറ്റില്ല, അതാണ് ക്യാൻസൽ ചെയ്യാതിരുന്നാൽ തന്നെ ഓക്കെ ആണ്. ഔദായത്തുക്ക ഹാദ, ഇത് ഞാൻ നിങ്ങളെടുത്ത് വെക്കുകയാണ്, ഇത് 10 പവനുണ്ട്, ഈ 10 പവനെ നിങ്ങളെടുത്ത് സൂക്ഷിക്കുകയാണ്. അപ്പൊ മറ്റേ ആളത് വാങ്ങി വെക്കുന്നു, ഓക്കെ, ഇടപാടായി. ഔദായത്തുക്ക,
ഞാനിത് സൂക്ഷിക്കാൻ വെക്കുന്നു, ഹാദാ ഇതിനെ നിങ്ങളെ സൂക്ഷിക്കാൻ ഏൽപ്പിക്കുന്നു എന്ന് പറയാം. അപ്പൊ ഫൈദ ഔദ സ്വബിയുൻ ജായിസു തസറുഫ് ആകണം എന്ന് പറഞ്ഞല്ലോ. അതിന്റെ അർത്ഥം എന്താ? ഫൈദ ഔദ ഒരാൾ സൂക്ഷിക്കാൻ വെക്കാണ് ആര്? സ്വബിയുൻ ഒരു കുട്ടി, ഔ മജ്നൂനുൻ കുട്ടി ജായിസു തസറുഫ് അല്ല, ഒരു പ്രായപൂർത്തിയുള്ള ആള്, പക്വതയുള്ള ആളാണ് ജായിസു തസറുഫ്. തസറുഫ് പറ്റ അയാൾക്ക് വിൽക്കാനും വാങ്ങാനും അധികാരമുള്ള ആള്, അതാണ് ജായിസു തസറുഫ്. അപ്പൊ ഒരു കുട്ടി വിൽപ്പന നടത്തിയാൽ അത് ശരി എന്ന് പറയാൻ പറ്റില്ല. ഒരു കുട്ടി ഒരു വാച്ച് കൊണ്ടുപോയി ഒരു സ്ഥലത്ത് വിറ്റു, കുറച്ച് കഴിഞ്ഞിട്ട് പിതാവ് വരുന്നു, ഞാൻ വിൽക്കാൻ ഏൽപ്പിച്ചതല്ല എന്ന് പറഞ്ഞാൽ ആ ഇടപാട് ക്യാൻസലാണ്. കാരണം ആ കുട്ടിക്ക് ആ പക്വത എത്തിയിട്ടില്ലല്ലോ. അപ്പൊ ഇത് ഔദാ സ്വബീൻ ഒരു കുട്ടി സൂക്ഷിക്കാൻ വെച്ചാൽ, ഔ മജ്നൂൻ അല്ലെങ്കിൽ ഒരു ഭ്രാന്തൻ സൂക്ഷിക്കാൻ വെച്ചാൽ, ഔ സഫീഹുൻ അല്ലെങ്കിൽ ഒരു ബുദ്ധിയൊന്നും ഒരു തികയാത്ത ഒരു സഫീഹ്, ഒരു വിഡ്ഢി, ബുദ്ധി പൂർത്തിയാകാത്ത ഒരാള്, ഇന്ത കാമിലിൻ ഒരു ശരിയായ ഒരു മനുഷ്യന്റെ അടുക്കൽ ഷൈഅൻ ഒരു വസ്തു സൂക്ഷിക്കാൻ വെച്ചാൽ ഫലാ യഖ്ബലുഹു അയാളെ സ്വീകരിക്കാൻ പാടില്ല. അയാൾ പറയണം, മോനെ നിന്റെ രക്ഷിതാവിനെ ഏൽപ്പിക്ക് എന്ന് പറയണം. അല്ലെ രക്ഷിതാവ് തമ്മിലാണ് ഇടപാട് നടക്കേണ്ടത്. അവിടെ ഒരു രക്ഷിതാവ് കുട്ടിയെടുത്ത് കൊടുത്തേക്കുന്നു, ഇതാ ഞാൻ നിങ്ങളുടെ അടുത്ത് ഈ സാധനം കൊടുത്തേക്കുന്നുണ്ട്, നിങ്ങളൊന്ന് അത് വാങ്ങി വെക്കണേ. അവിടെ കിട്ടിയോ? ആ കിട്ടി, ഞാൻ വാങ്ങി വെച്ചു, ഓക്കെ, അത് മതിയാണ്. അതേസമയത്ത് ഇടപാട് നടക്കേണ്ടത് പൗരന്മാർ തമ്മിലാണ്. പ്രായപൂർത്തിയായ റഷീദും മുക്കല്ലഫും, പ്രായപൂർത്തിയായ പക്വതയുള്ള ആൾ, അവരാണ് നടക്കേണ്ടത്, ഇടപാട് നടത്തേണ്ടത്. ഫൈൻ കബില ഇനിയിപ്പോ ഒരു കുട്ടി കൊണ്ടുവന്ന് ഒരാൾ വാങ്ങി വെച്ചു, അല്ലെങ്കിൽ ഒരു ഭ്രാന്തം കൊണ്ടുവന്ന് ഒരാൾ വാങ്ങി വെച്ചു, ഫൈൻ കബില ഒരാൾ സ്വീകരിച്ചാൽ ദഖല ഫീ ലമാനി അത് അയാളുടെ ലമാനിലായി, അത് അയാളുടെ ഉത്തരവാദിത്തമായി മാറി. വലാ യബ്റഉ അയാൾ ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിവാകൂല ഇല്ലാ ബി ദഫഇഹി അത് ഏൽപ്പിച്ചാലല്ലാതെ, ഈ വലിയ രക്ഷിതാവിനെ ഏൽപ്പിച്ചാലേ പിന്നെ രക്ഷപ്പെടൂ. അപ്പൊ പ്രശ്നമാണ്. പിന്നെ ഇതാ ഔദ കാമിലുൻ ഒരു പൂർണ്ണനായ ഒരാള് അയാള് സൂക്ഷിക്കാൻ വെച്ചു, നാഖിസിൻ ഒരു ബുദ്ധി പൂർണ്ണാകാത്ത ഒരാളെടുത്ത്, ഒരു മജ്നൂനിൻ ഒരു ഭ്രാന്തന്റെ അടുക്കൽ, ഒരു കുട്ടിയുടെ അടുക്കൽ സൂക്ഷിക്കാൻ വെച്ചാൽ, ഷൈഅൻ ഒരു വസ്തു സൂക്ഷിക്കാൻ വെച്ചാൽ ലം യദ്മൻഹു ആ കുട്ടി അതിന് ഉത്തരവാദിയല്ല. കാരണം കുട്ടികളെ അടുത്തല്ല സൂക്ഷിക്കാൻ വെക്കേണ്ടത്, ഭ്രാന്തന്റെ അടുത്തല്ല സൂക്ഷിക്കാൻ വെക്കേണ്ടത്, ഒരു കാമിലായ ആളെടുത്താ വെക്കേണ്ടത്. ഇല്ലാ ബി ഇത്ലാഫിഹി നശിപ്പിച്ചാൽ അതിന് ഉത്തരവാദിയാണ്. വമൻ ഖദറ അലാ ഹിഫ്ദുൽ വദിയത്തി ഇനി ഒരു നിയമം കൂടെ പറയാണ്, ഒരാൾക്ക് സാധിക്കും, വമൻ ഖദറ ഒരാൾക്ക് സാധിച്ചാൽ അലാ ഹിഫ്ദുൽ വദിയത്തി ഒരു സൂക്ഷിപ്പ് സ്വത്ത് സൂക്ഷിക്കാൻ സാധിച്ചാൽ, അമീന അയാൾ നിർഭയനും ആയാൽ, ബി അമാനത്തി നഫ്സിഹി അയാൾ സ്വയം അത് അയാളുടെ വിശ്വാസ്യത കൊണ്ട് അയാൾ ആ നിർഭയനും അയാൾക്കത് പറ്റും. അയാള് ഇനി ഞാനിത് പെട്ടുവോ അല്ലെങ്കിൽ എന്നോട് ഇത് എടുത്തുവോ അങ്ങനെ ഇതില്ല. അങ്ങനെ ഒരാൾക്ക് വിശ്വാസ്യതയുണ്ട്, അയാളുടെ നഫ്സിനെ കുറിച്ച് അയാൾക്ക് സ്വയം വിശ്വാസ്യതയുണ്ട് എങ്കിൽ ഉസ്തുഹിബ്ബലഹു ഖബൂലുഹ അയാൾക്കത് വാങ്ങി വെക്കൽ, സ്വീകരിക്കൽ സുന്നത്താണ്. ഒരു സ്ഥലത്ത് പോകുമ്പോ വിലപിടിപ്പുള്ള ഒരു വസ്തു അയൽവാസിന്റെ അടുത്ത് വെക്കുകയാണ്, ഈ അയൽവാസിക്ക് അത് സൂക്ഷിക്കാൻ പറ്റും, എന്നാൽ അത് വാങ്ങി സൂക്ഷിക്കൽ സുന്നത്താണ്, ഒരു ഉപകാരമല്ലേ. യജിബു നിർബന്ധമാണ് അലൽ വദി ഈ സൂക്ഷിപ്പ് സ്വീകരിച്ച ആളില്ലേ, ഈ സൂക്ഷിപ്പ് സ്വീകരിച്ച ആൾക്ക് നിർബന്ധമാണ് ഇന്ത തഅദ്ദുരി അയാൾക്ക് അത് പ്രശ്നമാണ്, ബുദ്ധിമുട്ടാണ്, ഇവിടെ കള്ളം കയറുന്ന അവസരമുണ്ട്, അല്ലെങ്കിൽ സുരക്ഷിതത്വം നഷ്ടപ്പെട്ട ഒരു അവസരമുണ്ട്, അത്തരം സമയത്ത് റദ്ദുഹ അതിനെ തിരിച്ചു കൊടുക്കല്ലേ മാലിക്ക് ഉടമസ്ഥന് തിരിച്ചു കൊടുക്കണം. ഇത് എവിടെ ഇന്നാലും പ്രശ്നമുണ്ട്, അവിടെ നിങ്ങൾ തിരിച്ചു വാങ്ങണം എന്ന് പറഞ്ഞിട്ട് തിരിച്ചു കൊടുത്തേക്ക്, പിന്നെ അത് വെച്ചേക്ക്. ഇനി തദ്രീബാത്ത് നഖറഉ വനസ്തൗഇബ് അൽ മാന വായിച്ച് ആശയം മനസ്സിലാക്കുക. അദിൽ അമാനത്തെ ഇലാ മനീത്തമനക്ക വലാ തഖുൻ മൻ ഖാനക്ക നിങ്ങളെ വിശ്വസിച്ചവരോട് വിശ്വാസ്യത പൂർത്തിയാക്കി വീട്ടണം, നിങ്ങളെ വഞ്ചിച്ചവരെ തിരിച്ചു വഞ്ചിക്കരുത് ആണ് ആശയം. നക്തശിഫുൽ ഇജാബാത്ത് ഉത്തരങ്ങൾ കണ്ടെത്തുക. മൽ ഇആറത്തു എന്താണ് ഇആറത്ത്? വായ്പ കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ബയ്യിൻ അർക്കാനഹ അതിന്റെ റുക്നുകൾ എന്തൊക്കെയാണ്? വായ്പ കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്?
അഖ്ദുൻ യതളമ്മനുൽ ഇബാഹത്ത, അഖ്ദുൻ യതളമ്മനുൽ ഇബാഹത്ത യതളമ്മനു ഇബാഹത്തൽ ഇൻതിഫാഇ ബിശൈഇൻ മഅ ബഖാഇ ഐനിഹി. ഇതാണ് അതിന്റെ ഡെഫിനിഷൻ. വസ്തു അവശേഷിക്കുന്നതോടുകൂടെ ഉപകാരമെടുക്കൽ അനുവദിച്ചു കൊടുക്കുന്ന ഒരു ഇടപാടിനാണ് എന്ത് പറയാ? ഇയാറത്ത് എന്ന് പറയാം. വസ്തു അവശേഷിക്കുന്നതോടൊപ്പം ഉപകാരമെടുക്കൽ അനുവദിച്ചു കൊടുക്കുക, അങ്ങനെയുള്ള ഇടപാടിനാണ് ഇയാറത്ത് എന്ന് പറയുക. അപ്പൊ ഇയാറത്ത് കഴിഞ്ഞു. ഇനി ഉദ്കുർ ഷുറൂത്തൽ ഇയാറത്ത്, ഇയാറത്തിന്റെ ഷർത്തുകൾ എന്തൊക്കെയാണ്? ഷുറൂത്തുഹാ, അതിന്റെ ഷർത്തുകൾ 4 ഏതൊക്കെയാണ്? കൗനുൽ മുഅയ്യിരി മുഖ്താറൻ ജായിദത്ത തസറുഫി മാലിക്കല്ലി മൻഫഅത്തിൽ മുആരി. ഒരു ഷർത്ത്, വായ്പ കൊടുക്കുന്ന ആള് സ്വയേഷ്ടപ്രകാരം കാര്യങ്ങൾ ചെയ്യുന്ന ആളും ഇടപാട് നടത്താൻ പറ്റുന്ന ആളും ആ ഉപകാരത്തിന്റെ ഉടമസ്ഥനുമായിരിക്കണം. രണ്ടാമത്തെ ഷർത്ത് എന്താണ്? കൗനുൽ മുസ്തഈരി, വായ്പ വാങ്ങിയ ആള് ഒരു നിശ്ചിത വ്യക്തിയായിരിക്കണം. മുത്ലഖത്ത തസറുഫി, അയാൾക്ക് അത് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇടപാട് നടക്കേണ്ടത്. മൂന്നാമത്തത് കൗനുൽ മുആരി, വായ്പ കൊടുത്ത വസ്തു എന്തായിരിക്കണം? ഇമ്മാ യഹില്ലുൽ ഇന്തിബാഉ ഫീഹി മാ ബഖാഇ ഐനിഹി, അതിന്റെ തടി അവശേഷിക്കുന്നതോടെ ഉപകാരം എടുക്കാൻ പറ്റുന്നതാകണം. നാലാമത്തത് കൗനു സുയത്തി ലഫ്ളൻ യുഷീറു ബിൽ ഇദ്നി ബിൽ ഇന്തിബാഇ കഅർതുക, ഉപകാരം എടുക്കൽ അനുവദനീയമാണ് എന്ന് അറിയിക്കുന്ന രീതിയിലുള്ള വാക്കായിരിക്കണം അവിടുത്തെ സുയ. ഇതാണ് 4 ഷർത്തുകൾ. ഇനി ഇജാറത്ത് എന്താണ്? വാടക കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? വമാ അൻവാഉ, അതിന്റെ ഇനങ്ങൾ ഏതൊക്കെയാണ്? വാടകക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? തംലീക്കും അംഫഅത്ത്, ഒരു ഉപകാരത്തിന് ഉടമസ്ഥാവകാശം കൊടുക്കുന്നതിനാണ് ഇജാറത്ത് എന്ന് പറയാ. ഇജാറത്ത് എത്ര വിധമുണ്ട്? 2 വിധമുണ്ട്. ഏതൊക്കെയാ? ഇജാറത്തു ഐനിൻ, ഇജാറത്തു ദിമ്മത്ത്. ഏതൊക്കെയാന്ന് ചോദിച്ചിട്ടില്ല. ഏതൊക്കെയാന്ന് ചോദിച്ചിട്ടുണ്ട്. ഇജാറത്തു ഐനിൻ, ഇജാറത്തു ദിമ്മത്ത്. നാലാമത്തത് മാ അർക്കാനുൽ ഇജാറത്ത്, ഇജാറത്തിന്റെ റുക്കിനുകൾ ഏതൊക്കെയാണ്? ഇജാറത്തിന്റെ റുക്കിനുകൾ ഏതൊക്കെയാ? മുക്കിരിൻ, ഇടപാട് വാടക കൊടുക്കുന്ന ആള്, മുക്തരിൻ, വാടക വാങ്ങുന്ന ആള്, ഉജ്റത്ത്, റെന്റ്, കൂലി, മംഫഅത്ത്, ഉപകാരം, ഈജാബ്, ഖബൂല്. ഇതാണ് അതിന്റെ റുക്ൻ. ഇനി ബയ്യൻ ഷുറൂത്തൽ ഇജാറത്ത്, ഇജാറത്തിന്റെ ഷർത്തുകൾ എന്തൊക്കെയാണ്? ഷുറൂത്തുഹ, അതിന്റെ ഷർത്തുകൾ കൗനു കുല്ലി മിൻഹുമാ മുക്കല്ലഫൻ റഷീദൻ മുഖ്താറൻ, 2 ഇടപാടുകാരും മുക്കല്ലഫും റഷീദും മുഖ്താറും ആയിരിക്കണം. ബുദ്ധിയും പ്രായപൂർത്തിയുള്ള ആളായിരിക്കണം, പക്വത ഉള്ള ആളായിരിക്കണം, സ്വയം കാര്യങ്ങൾ ചെയ്യുന്ന സ്വയം തീരുമാനിച്ച് ചെയ്യുന്ന ആളാകണം, ഭീഷണിപ്പെടുത്തിയിട്ട് മറ്റൊന്നും ആകരുത് എന്നർത്ഥം. രണ്ടാമത്തെ നിബന്ധന എന്താ? ഉജ്റത്ത് മഅലൂമത്തായിരിക്കണം, അതിന്റെ കൂലി ബോധ്യമുള്ളതായിരിക്കണം. മൂന്നാമത്തത് കൗനുൽ മൻഫഅത്തി മുബാഹത്തൻ മഅലൂമത്തൻ മുതഖവ്വമത്തൻ ഹാസുലത്തൻ ലിൽ മുഖ്തരി മഖ്ദൂറത്ത തസ്ലീമി മഅ ബഖാഇൽ ഐനി, ആ ഉപകാരം എന്തായിരിക്കണം? അനുവദനീയമാകണം, ബോധ്യമുള്ളതാകണം, ഒരു വിലമതിക്കുന്നതാകണം. എന്ന് പറഞ്ഞാൽ ആർക്കും ഒരു ഉപകാരമില്ലാത്ത ഒരു സംഗതി ആകരുത്. ഇപ്പോ പിന്നെ ആ ഉപകാരം എടുക്കാന്ന് പറഞ്ഞാൽ എന്താ? ഒരാൾക്ക് കസേര കൊടുക്കുകയാണ്, എന്തിനാ കസേര കൊടുക്കുന്നത്? കാണാൻ. അങ്ങനെ ആയിരുന്നല്ലോ, അതുകൊണ്ട് ഉപകാരം ഇല്ലല്ലോ. പിന്നെ മുത്തഖവ്വമത്തല്ല, ഒരു മുത്തഖവ്വമത്തായിരിക്കണം. മഖ്ദൂറത്ത തസ്ലീമി, അത് ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയണം. അതായത് വസ്തു ഇയാളെ കയ്യിലില്ല, അത് അയാൾ വാടക കൊടുക്കാൻ പറ്റൂല്ല, എവിടെയോ ഉള്ളതാണ്. അപ്പൊ ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റുന്നതാകണം. ആ തടി അവശേഷിക്കുന്നതോടുകൂടെ തന്നെ അത് ആ ഉപകാരം ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയണം. എന്നാൽ വാഹനം അവശേഷിക്കുന്നതോടുകൂടെ തന്നെ അത് ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയില്ല. അതിന്റെ ഉപകാരങ്ങൾ എടുത്തോ ഓടിച്ചിട്ട് തിരിച്ചും കൊടുക്കാൻ പറ്റുമല്ലോ. അങ്ങനെ ആയിരിക്കണം. പിന്നെ ഈ ഇജാറത്തു ഐനിൽ എന്തുണ്ടാകാൻ പാടില്ല? വസ്തു കൊടുക്കുന്നിടത്ത് ആ ഒരു മാസത്തേക്ക് കൊടുത്തിട്ട് അതിനിടയിൽ വേറൊരു അജല് വെക്കാൻ പാടില്ല. അതിനിടയിൽ വേറൊരു അജല്
വെക്കാൻ പാടില്ല, ഒരു അവധി വെക്കാൻ പാടില്ല. പിന്നെ ഈജാബും കബൂലും ആശയത്തിൽ ഒക്കണം. അയാൾ കൊടുക്കുന്നതും വാങ്ങുന്നതും ഒരേ ആശയത്തിലായിരിക്കണം. കൊടുക്കുന്നത് 10 രൂപക്ക് വാങ്ങുന്നത് 5 രൂപക്കായ ഒക്കൂലല്ലോ. പിന്നെ അദമുൽ ഫസ്ലി ബൈനഹുമ, ഇടപാടുകാരുടെ രണ്ടാൾക്ക് ഇടയിൽ എന്തുണ്ടാകരുത്, ഇടവേള ഉണ്ടാകരുത്. അദമു തഅലീഖ് ഫീഹിമ, രണ്ടാളിലും എന്തുണ്ടാകരുത്, ബന്ധിപ്പിക്കൽ ഉണ്ടാകരുത്, കണക്ട് ചെയ്ത് പറയരുത്. അതിന് വന്നാൽ ഞാൻ ഇത് വാടകയ്ക്ക് തന്നു, അല്ലെങ്കിൽ മറ്റേയാൾ സംഭവിച്ചാൽ ഞാൻ ഇത് വാടകയ്ക്ക് എടുത്തു, അങ്ങനെ പറഞ്ഞാൽ ഒക്കൂല. പിന്നെ അത് കഴിഞ്ഞു, ഷർത്ത് കഴിഞ്ഞു. ഇനി എന്താണ്, മിമ്മൻ തസ്വിഖുൽ വദിയത്തു, ആർക്കാണ് വദിയത്ത് പറ്റുക, സൂക്ഷിപ്പ് സ്വത്ത് വെക്കാൻ ആർക്ക് പറ്റും. ഒമാ ലഫ്ലു, അതിന്റെ ലഫ്ൽ എന്താണ്. ജായിസു തസറുഫ് ആയിരിക്കണം. ജായിസു തസറുഫിനാണ് വദിയത്ത് പറ്റുക. ആർക്കാണ് പറ്റുക, ജായിസു തസറുഫിന്. അതിന്റെ ലഫ്ൽ എന്താ, ഔദായത്തുക, ഒരു ഉദാഹരണമാണ് ഔദായത്തുക, ഇത് ഞാൻ നിങ്ങളുടെ അടുത്ത് സൂക്ഷിക്കാൻ വെച്ചു എന്ന് പറയാം. തെറ്റുകൾ തിരുത്തുക. തജൂസു ഇയാറത്തുൽ മുസ്തഈരി ബി ഗൈരി ഇദ്നിൽ മുഈരി, തജൂസു അനുവദനീയമാണ്. ഇയാറുൽ മുസ്തഈരി, വായ്പ വാങ്ങിയ വസ്തു ഇയാറത്ത് കൊടുക്കുക, വായ്പ കൊടുക്കുക. ബി ഗൈരി ഇദ്നിൽ മുഈരി, വായ്പ വാങ്ങുന്ന ആളുടെ വസ്തു സമ്മതത്തോടുകൂടെ അത് കൊടുക്കാൻ അനുവദനീയമാണ്. പറ്റുമോ? ലാ യജൂസു, അനുവദനീയമല്ല. ലാ യജൂസു, അനുവദനീയമല്ല. രണ്ട്, ഔദഅ ഇൻദക മജ്നൂനുൻ ഹല്യൻ, ഒരു ഭ്രാന്തൻ നിങ്ങളെടുത്ത്, നിങ്ങളൊരു പൂർണ്ണനാണ്, നിങ്ങളെടുത്ത് എന്ത് ചെയ്തു, ഭ്രാന്തന് ഒരു ആഭരണം സൂക്ഷിക്കാൻ വെച്ചു. ഫൽ വദിയത്തു സ്വഹീഹത്തുൻ, അവിടെയുള്ള വദിയത്ത് സ്വഹീഹത്താണോ, സൂക്ഷിപ്പുറത്ത് വെക്കുക എന്നുള്ളത്? ഇല്ല, ശരിയല്ല, സ്വഹീഹല്ല. കാരണം എന്താ, അയാൾ ജായിസു തസറുഫ് അല്ല. തജൂസു ഇയാറത്തു ഷമ്മി, മെഴുകുതിരി വായ്പ കൊടുക്കൽ അനുവദനീയമാണ്, ശരിയാണോ? അല്ല. ലാ തജൂസു, അത് വായ്പ കൊടുക്കൽ അനുവദനീയമല്ല. അൽ വാജിബുൽ മൻസിലി, ഒരു പ്രബന്ധം തയ്യാറാക്കുക. അൻ ശുമൂലിയത്തി ശരിയാത്തിൽ ഇസ്ലാം വ ആലമിയത്തു, ഇസ്ലാമിക ശരീഅത്ത് മത നിയമത്തിന്റെ അതിന്റെ പൂർണ്ണതയും അതിന്റെ ലൗകികതയും, അത് ലോകത്തോട് എന്തുമാത്രം ഇണങ്ങുന്നുണ്ട് എന്ന ആശയം. അതിൽ ഞാനൊരു പ്രബന്ധം നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇത് പകർത്താവുന്നതാണ്, ഉപയോഗപ്പെടുത്താവുന്നതാണ്. ശരീഅത്തുൽ ഇസ്ലാം, ശരീഅത്തുൽ ഇസ്ലാമി തതമയ്യസു ബി ശുമൂലിയത്തിഹ വ ആലമിയത്തിഹ. ഇങ്ങനെ വായിക്കാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് ഈ വായിക്കുന്നത് കേട്ടിട്ട് എഴുതാനും പറ്റുമെന്ന് ഞാൻ കരുതുന്നു. ചെറുതായിട്ട് ഇതൊന്ന് കലങ്ങിപ്പോയിട്ടുണ്ട് അല്ലെ. ശരീഅത്തുൽ ഇസ്ലാം തതമയ്യസു ബി ശുമൂലിയത്തിഹ വ ആലമിയത്തിഹ, ഇസ്ലാമിക ശരീഅത്ത് അതിന്റെ പൂർണ്ണത കൊണ്ടും അതിന്റെ ലൗകികത കൊണ്ടും അത് വേറിട്ട് നിൽക്കുന്നു. ശരീഅത്തുൽ ഇസ്ലാം തതമയ്യസു ബി ശുമൂലിയത്തിഹ വ ആലമിയത്തിഹ ഹൈസു തുഷ്കിലു നിളാമൻ ശാമിലൻ ലിൽ ഹയാത്തിൽ ഇൻസാനിയ, മനുഷ്യ ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളെയും ഉൾക്കൊള്ളുന്നതാണ്. വതതആമലുമായ ജവാനിബ മുഖ്തലിഫത്തിൻ മിനൽ ഹയാത്തിൽ ഫർദിയ്യത്തി വൽ ഇജ്തിമാഇയ്യ, വ്യക്തി ജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും വ്യത്യസ്ത ഭാഗങ്ങൾ, വ്യത്യസ്ത രീതിയിലുള്ള ഇടപാടുകൾ, വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്നുള്ള ഇടപാടുകൾ നടക്കുന്നു. ഇലൈക ബഅദു നിഖാത്തുല്ലത്തി തുബ്രിസു ശുമൂലിയത്തൻ ആലമിയത്ത ശരീഅത്തുൽ ഇസ്ലാം, ഇസ്ലാമിന്റെ പൂർണ്ണതയും ഇസ്ലാമിന്റെ ലൗകികതയും മനസ്സിലാക്കി തരുന്ന ഏതാനും പോയിന്റുകൾ നിങ്ങൾക്ക് സൂചിപ്പിക്കാം. ഒന്ന്, അശുമൂലിയത്തു ഫിൽ ഹയാത്തിൽ യൗമിയ്യ, നിത്യജീവിതത്തിലെ പൂർണ്ണത. തശ്മലു ശരീഅത്തുൽ ഇസ്ലാമി ജമീഅ ജവാനിബിൽ ഹയാത്തിൽ യൗമിയ്യ, ദൈനംദിന ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളും ഇസ്ലാമിക നിയമം കൈകാര്യം ചെയ്യുന്നു. ബദ്അൻ മിനൽ ഇബാദാത്തി ദീനിയ്യത്തി വുസൂലൻ ഇലൽ ഖവാനീനൽ ഇജ്തിമാഇയ്യത്തി വൽ ഇഖ്തിസാദിയ്യ, സാമ്പത്തിക നിയമങ്ങളും സാമൂഹിക നിയമങ്ങളും മനസ്സിലാക്കി തരുന്ന, അല്ലെങ്കിൽ അതിനോട് ചേർന്ന് നിന്നുകൊണ്ട്
ആരാധനാ നിയമങ്ങൾ തുടങ്ങി എല്ലാ ഭാഗങ്ങളും അത് വിശദീകരിക്കുന്നു. തഹ്തല്ലു ശരീഅത്തു മൗഖിയം മർക്കസിയൻ ഫി ഹയാത്തിൽ മുസ്ലിമീൻ. ശരീഅത്ത് മുസ്ലിമീങ്ങളുടെ ജീവിതത്തെ സെൻട്രലൈസ് ചെയ്യുന്നു, അതിനെ കേന്ദ്രീകരിക്കുന്നു. അഹ്കമത്തൻ അല സുലൂക്കി ശഖ്സി വൽ ഇഖ്തിയാറാത്തിൽ യൗമിയ. നിത്യജീവിതത്തിലെ പ്രത്യേക കാര്യങ്ങളും അതുപോലെ തന്നെ വ്യക്തി ജീവിതത്തിലേക്ക് കടന്നുകൊണ്ട് അതിന്റെ തീരുമാനം പറയാനും അതുപോലെ നിത്യജീവിതത്തിലെ വിഷയങ്ങൾ പറയാനും പറ്റുന്ന വിധം. 2. അത്തശ്രീഉ വൽ ഖാനൂനുൽ ഇസ്ലാമി. ഇസ്ലാമിക നിയമങ്ങളും മതനിയമവും. യശ്മലു നിതാഖു ശരീഅത്തുൽ ഇസ്ലാം അൽ ഖവാനീൻ അൽ മദനിയ വൽ ജനാഇയ വയഹ്കുമു തശ്രീഉ. അതായത് ഇസ്ലാമിക നിയമം എന്തിനെ ഉൾക്കൊള്ളുന്നു? നാഗരികതയെയും അതുപോലെ ക്രിമിനൽ നിയമത്തെയും ഉൾക്കൊള്ളുന്നു. ഇസ്ലാമിക നിയമം യഹ്കുമു തശ്രീഉൽ ഇസ്ലാമി അൽ അദീദ മിനൽ മജാലാത്തി ബിമാ ഫീ ദാലിക്കൽ ഉഖൂബാത്ത്. ആവശ്യമായ ശിക്ഷ നിയമങ്ങൾ ഇസ്ലാമിക നിയമം ഇവിടെ നടപ്പിലാക്കുന്നു. വൽ ഉഖൂബാത്തുൽ മാലിയ, സാമ്പത്തിക ശിക്ഷാ നിയമങ്ങളും നടപ്പിലാക്കുന്നു. വൽ ഉഖൂബാത്തുൽ ജിനാഇയ, അതുപോലെ ക്രിമിനൽ നിയമങ്ങളും നടപ്പിലാക്കുന്നു. അൽ മുഹാഫളത്തു അലൽ അഖ്ലാഖിയ, സ്വഭാവം സംരക്ഷിക്കാനുള്ളത്. തുഷദ്ദിദു ശരീഅത്തുൽ ഇസ്ലാമി അലൽ മുഹാഫളത്തി അലൽ അഖ്ലാഖിയ്യാതി വൽ ഖിയമിദ്ദീനിയ ഫീ ജമീഇ ജവാനിബിൽ ഹയാത്ത്. ഇസ്ലാമിക നിയമം സ്വഭാവം സംരക്ഷിക്കുന്നതിനും മതപരമായ മൂല്യങ്ങൾ നിലനിർത്തുന്നതിനും ശക്തമായ നിലപാടെടുക്കുന്നു ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും. സവാഉ ഫിൽ അമലി അവിൽ ഉസ്റത്തി അവിൽ മുജ്തമഅ, അത് സമൂഹത്തിലാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും ജോലി സ്ഥലത്താണെങ്കിലും. തഹസ്സു അലൻ നസാഹത്തി വൽ അദാലത്തി വർ റഹ്മത്തി വൽ ശഫാഫിയ, ഒരു വ്യക്തിശുദ്ധിയും അതുപോലെ നീതിയും കാരുണ്യവും സ്നേഹവും ഉൾക്കൊള്ളുന്നതാണ് ഈ നിയമങ്ങൾ. 4. അത്തആയിഷു സ്വലമിയും, സുരക്ഷാ നിയമങ്ങൾ, ജീവിത സുരക്ഷ. തഹസ്സു ശരീഅത്തുൽ ഇസ്ലാമിയ്യത്തു അല തആയിഷു സ്വലമി വത്തസാമുഹി ബൈനൽ മുസ്ലിമീന വഗൈരിൽ മുസ്ലിമീൻ. വിട്ടുവീഴ്ചയും അതുപോലെ പരസ്പരം ഒത്തുള്ള ജീവിതവും ഇസ്ലാം പ്രേരിപ്പിക്കുന്നു. തഹ്മലു ഖിയമൽ ഇഹ്തിറാമി അൽ മുതബാദിലി തുഷജ്ജിഉ അല തആയിഷി സുലമി ബൈന മുഖ്തലിഫിൽ അദിയാനി വസ്സഖാഫാത്ത്. വ്യത്യസ്ത കൾച്ചറുകളും വ്യത്യസ്ത മതങ്ങളും ഉൾക്കൊള്ളുന്നവർക്കിടയിൽ പരസ്പരം കൂടി ജീവിക്കാനും സുരക്ഷ വെച്ചു പുലർത്താനും ഇസ്ലാം പ്രേരിപ്പിക്കുന്നു. അൽ അദാലത്തുൽ ഇഖ്തിസാദിയ, സാമ്പത്തിക നീതി. തുഖദ്ദിമു ശരീഅത്തുൽ ഇസ്ലാം നദറത്തൻ ഷാമിലത്തൻ ലിൽ അദാലത്തിൽ ഇഖ്തിസാദിയ, സാമ്പത്തിക നീതി ഉൾക്കൊള്ളുന്ന കാഴ്ചപ്പാട് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നു. തശ്മലു തൗസിഅത്ത് സിർവത്തി വ മുകാഫഹത്തിൽ ഫഖ്രി വൽ ഇസ്തിഗ്ലാലിൽ ഇഖ്തിസാദി. സാമ്പത്തികമായ സ്വാതന്ത്ര്യവും സാമ്പത്തികമായ ദാരിദ്ര്യം പരിഹരിക്കുന്നതും ഇസ്ലാം അതിന് പ്രോത്സാഹിപ്പിക്കുന്നു. അതുപോലെ സാമ്പത്തിക വിതരണം ചെയ്യുന്നു ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നു. തഹ്മലു മഫാഹിമ സക്കാത്തി വസ്സദഖാത്തി ജവാനിബൻ ഇഖ്തിസാദിയത്തൻ വജ്തിമാഇയത്തൻ. ഇസ്ലാമിക സക്കാത്തിന്റെ ആശയം അതുപോലെ സ്വതക്ക എന്ന ആശയം സാമ്പത്തികമായും സാമൂഹികമായും ഒരുപാട് സന്തുലിതാവസ്ഥ ഉണ്ടാക്കുന്നു. അൽ അദാലത്തുൽ ഇജ്തിമാഇയ, സാമൂഹിക നീതി. തസ്അ ശരീഅത്തുൽ ഇസ്ലാം ഇല തഹ്ഖീഖുൽ അദാലത്തുൽ ഇജ്തിമാഇയ മിൻ ഖിലാലി തൗജീഹി ഇഹ്തിമാമിൻ ഖാസിൻ ലിൽ ഫിഅത്തിൽ ദഈഫത്തി വൽ മഹ്റൂമത്തി ഫിൽ മുജ്തമഅ. സമൂഹത്തിൽ ആലംബരായ അശരണരായ വലിയൊരു സമൂഹത്തിന് പ്രത്യേകിച്ച് വലിയ ഒരു സുരക്ഷ നൽകുന്നതും അല്ലെങ്കിൽ താങ്ങ് നൽകുന്നതുമാണ് ഇസ്ലാമിക നിയമങ്ങൾ, ഇസ്ലാമിക നീതിബോധം, സാമൂഹിക നീതിബോധം. അതിന് പ്രോത്സാഹിപ്പിക്കുന്നതാണ് ഇപ്പൊ പറഞ്ഞ വായ്പ കൊടുക്കുക, അത്തരം സംഗതികളൊക്കെ. തുഷദ്ദിഉ അല തഖ്ദീമിൽ മുസാഅദത്തി വദ്ദഅമി ലഹും, അവരോട് സഹകരണത്തിന് പ്രോത്സാഹിപ്പിക്കുന്നു. തതീഹു ശമൂലിയത്ത് ശരീഅത്തുൽ ഇസ്ലാം ലഹ അൻ തകൂന ദാത്തു സിലത്തിൻ ഫി ജമീഇൽ ഔഖാത്തി വഫി ജമീഇൽ അമാകിൻ വതഅക്കുസു തൗജീഹാത്തി ഇലാഹിയ്യ ലിതഹ്ഖീഖി സഅദത്തി വതവാസുനി ഫി ഹയാത്തിൽ ഇൻസാൻ. മനുഷ്യ ജീവിതത്തിൽ ഏറെ മൂല്യങ്ങൾ നൽകുന്നതാണ് എല്ലാ സ്ഥലങ്ങളിലും എല്ലാ സമയങ്ങളിലും എല്ലാ കാലഘട്ടത്തിലും എപ്പോഴും എല്ലാ തരത്തിലുള്ള മൂല്യങ്ങളെയും വെച്ചു പുലർത്തുന്നതാണ്
ഇസ്ലാമിക നിയമങ്ങൾ. ഇതൊരു ചെറിയ പ്രബന്ധമാണ്. 10ാം ക്ലാസ്സുകാരൊക്കെ ആവുമ്പോൾ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്, പഠിച്ചു നോക്കാവുന്നതാണ്.